ഞാനാണ് മുച്ചിരി ബോസ്, ഞാനാണ് ലീഡർ, ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആള്. ഇപ്പൊ ഇന്നെ പ്രണയിക്കാൻ നോക്കും ചിലപ്പോ. ടാർഗറ്റ് എന്താന്ന് വെച്ചാൽ ചന്ദ്ര ബോസിനെ അടിക്കാനുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അല്ല പെണ്ണെ പേരെന്താ? പൊണ്ണോ? ആരാ? മുച്ചിരി ബോസ്. ഞാനാണ് മുച്ചിരി ബോസ്. ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ. ബോസേ ഹായ് മുച്ചിരി ബോസ്. ക്യൂ സംസാരിക്കണ ക്യൂ. ആരും വരില്ല, പെണ്ണ് മാത്രം വാ. നമ്മള് പിള്ളറും പെണ്ണും വാ വാ. പെണ്ണ് വാ, പെണ്ണ് വാ. പെണ്ണ് മാത്രം എല്ലാരും ഒരുപോലെ ഉണ്ടല്ലോ. ഞാനാണ് ലീഡർ. അല്ല ബ്രോ, ബ്രോ ബ്രോ സെറ്റാക്ക, നമുക്ക് ബ്രോക്ക് ഇത് സെറ്റാക്ക. ബ്രോ ഇപ്പൊ ഒന്ന് മാറി, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. സൈലാമണി മണിയോ? ഗണ്ണട് 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 ബ്രോ ബ്രോ ഇപ്പൊ ഇടുന്ന സ്ഥലം വിട്, സ്ഥലം വിട്, ഇടുന്ന സ്ഥലം വിട്, ഇപ്പൊ സ്ഥലം വിട്, ഇപ്പൊ സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്, ഇടുന്ന സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്. അല്ലാത്തവനെ സ്ഥലം വിട്. സ്ഥലം വിട്. കുണ്ടന്മാരാണ് സ്ഥലം വിടണോ? കുണ്ടന്മാരാണ് സ്ഥലം വിടണോ? ആ ബാ പെണ്ണെ ഇങ്ങോട്ട് വാ, പെണ്ണെ ഇങ്ങോട്ട് വാ. വെയിറ്റ് ആക്ക്. ഈ നക്ക്, ഈ നക്ക്, ഈ നക്ക്, ഈ നക്ക്. ആ വാ വാ വാ. പിള്ളേരെ കേറ്. ഇല്ല ഇല്ല ഒന്നും ചെയ്യൂല, നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യ. ഒന്നും ചെയ്യൂല, നിങ്ങളൊന്നും ചെയ്യില്ല, ഇങ്ങ സേഫാ. പിള്ളേർ കേറ്, പിള്ളേർ കേറ്, പിള്ളേർ കേറ്. മറ്റേ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. മുകളിലോട്ട് വരാൻ പറയും, മുകളിലോട്ട് വരാൻ പറയും. ഇന്റർവ്യൂ ഇങ്ങളെ നമ്മളെ ഗ്യാങ് കയറ്റാൻ പോവാ. നിങ്ങൾ നമ്മളെ ഗ്യാങ് കയറ്റാൻ പോവാ. അതെ ആ മുച്ചിരി ബോസിന്റെ ഗ്യാങ്. ഈ സിറ്റിയിലെ പകുതി സ്ഥലവും മുച്ചിരിന്റെ. അതറിയോ? പകുതിയല്ല, മുക്കാൽ സ്ഥലം മുച്ചിരിന്റെ. എനിക്ക് ആ ഭാവി എടുത്താവും മുച്ചിരി ബോസ്. അതെ അന്റെ സ്ഥലം ഡ്രൈവിംഗ് സ്കില്ലൊക്കെ കണ്ടാ ബോസേ. എന്നാല് സംഭവം സേഫ് ആയിട്ടില്ലേ? വാ ഇതല്ലേ കാച്ചിയെ പഠിപ്പിച്ചോ. ബാബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതിന്റെ ഉള്ള കയറി, ഇതിന്റെ ഉള്ള കയറി. ഈടെ ഈടെ ഇന്റർവ്യൂ ഇടയാ. ഇന്റർവ്യൂ കാണല്ലേ ഇത്? ഇത് ഡെക്കറേഷൻ എന്റെ റിസോർട്ടാ. ബാബാ ആ ഇവിടെ ഇവിടെ മതി, ഇവിടെ മതി. ബാ ഓർത്തു. ആ ഇവിടെ ഇവിടെ മതി, ഇവിടെ മതി, ഇവിടെ മതി. ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആള്. അതെ പൈസക്കാരന് എനിക്ക് ഇവിടെ ഒരു സ്വർണം കൊണ്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നാ പറഞ്ഞേ, അല്ലാണ്ട് പൊന്നുണ്ട് നല്ല പറഞ്ഞേ. അതെ അതെല്ലാം പണി മാറ്റരാ. ഗ്യാങ്ങിൽ കയറിയ മാറ്റരു പ്രശ്നമില്ല. എനക്കന്നെ എത്ര ഈ ഞാൻ ഗ്യാങ് കയറി 2 ദിവസത്തെ എനക്ക് 1000 കോടി വന്നു. 1000 കോടി 2 ദിവസം കൊണ്ട്. ഓരോ ദിവസം 500 കോടി വെച്ച് തരല് ബോസ്. അതറിയോ? പുള്ളറ സൈഡിലായിരുന്നു, പുള്ളറ സൈഡിലായിരുന്നു. ലോൺ ഷെയർ, ലോൺ ഷെയർ 3 എന്നായിരുന്നോ? ഇരി. അപ്പം അല്ല നിങ്ങളെ നിന്നോ, നിങ്ങളെ നിന്നോ നിക്ക. ആരടാ നാറി നീ? എടേ കളിത്തോക്കല്ല മറ്റേതടി. നിന്നെ രക്ഷിക്കാനാണ് വന്നേ. നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാ നീ ആരാടാ? നീന്നാ ബോസ് എന്ന് വിളി തന്നെ. ബോസ് വിളി. നീ എന്റെ ബോസ് ഒന്നും അല്ലല്ലോ. ഇനി ബോസ് ആവാൻ പോവാ. നീ എത്ര ആൾക്കാരുടെ ഗ്യാങ് കയറാൻ ആഗ്രഹിക്കുന്നറിയോ? ഞാൻ കരയും. ഇല്ല വെയിറ്റ് ആക്ക്, വെയിറ്റ് ആക്ക്, വെയിറ്റ് ആക്ക്.
മുട്ടായി തരാം മുട്ടായി തരാം മുട്ടായി തരാം ഞാൻ തരാം ഞാൻ മുട്ടായി തരാം തരാം മുട്ടായി തരാം മുട്ടായി തരാം മുട്ടായി തരാം പുതിയ തന്നെയാ നമുക്ക് വേണ്ടേ മൊട്ടയൊന്നുമില്ല മാറിയ 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 ആ. ഞാൻ എന്നെ പ്രൊണൗൺസ് ചെയ്ത് പ്രൊണൗൺസ് ഇല്ലല്ലേ ഇവിടെ നിക്ക് അനങ്ങാണ്ട് നിക്കണ നിക്ക് ഇപ്പം ഞാന് പറയുന്നത് ഇത് ഈ സിറ്റിയിൽ ഏറ്റവും പവർഫുൾ അല്ല കൈ നമുക്ക് ഇനി നീ നമ്മളാളാകുമ്പോ അതെ ആ അപ്പൊ നിനക്ക് കുറച്ച് കൊണടിക്കാൻ കഴിവുണ്ട് നമുക്കിപ്പോ മനസ്സിലായി ഇത്രയും വലിയ ശക്തിയുള്ള എന്നോട് നിനക്ക് എന്നോട് ഇത്രയും പേരുള്ള ആൾക്കാർ തന്നെ നീ എന്നോട് കൊണടിച്ച് അപ്പം നിനക്ക് കൊണടിക്കാനുള്ള ശക്തിയുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നെ തിരിച്ചുണ്ടാക്ക് ഇല്ല തിരിച്ചുണ്ടാക്കൂല എനിക്ക് ഈ മുട്ടായി തിന്നോട്ടെ തിന്നു അതിന് എന്റെ വകയാണ് എന്റെ വകയാണ് അല്ല ബോസിന്റെ വകയാണേ ഞാൻ തന്ന് വിചാരിക്കണ്ട മുച്ചിരി ബോസ് നീ ഒരു AR കയ്യില് പിടിക്കാൻ ഞാൻ ഒന്ന് മേടിച്ചുതരാം താങ്ക് യു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ ഫാക്ടറിന്നായത് അതെ നീ തിന്നാ മതി നമ്മളെ തീറ്റിക്കാൻ നോക്കല്ലേ നമ്മളെ പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളല്ലേ മുണ്ടാട്ടക്ക് അതെ ആ അല്ല നിങ്ങൾ റൂഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോ എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് ഞാൻ മുച്ചിരിയാണ് ഈ ലോകത്തെ സോഫ്റ്റ് ബിഹേവ് ചെയ്യുന്നത് മുച്ചിരി അല്ല എന്നോടാ പറഞ്ഞേ ഫോണ് കത്തിയ ഹലോ ലൊക്കേഷൻ സംസാരിച്ചോട്ടെ സ്പീക്കർ അയ്യോ അയ്യോ തോക്ക് ഞാൻ എനിക്ക് എവിടെ തോക്ക് സ്പീക്കർ അണ്ണാ നീ ഇങ്ങനെ പേടിക്കല്ലേ സ്പീക്കർ നമ്മൊന്നും ചെയ്യൂല നമ്മ ആ അതെ നമ്മൾ ആണുങ്ങളെ ഉപദ്രവിക്കും പെണ്ണുങ്ങളൊന്നും ചെയ്യൂല അതെ ആണല്ലേ അപ്പൊ എന്താ ആണല്ലേ മോനെ എന്താ അയ്യോ എടേ അധികം കളിക്കല്ലേ ഇതാരാ നിന്റെ ഇപ്പൊ ആരാ വിളിച്ചെന്നെ എന്റെ ആരുമല്ല എനിക്ക് സിറ്റിയിൽ നിന്നല്ല കിട്ടിയ പരിചയം ഓന്റെ പേര് പറ എനിക്ക് പേരൊന്നും പിന്നെ അറിയില്ല ഞാൻ എന്നോട് ഒരു ഇത് തരാം ഒരു ഇതായത് വെച്ചാ മതി ഒരു എന്താ അതിന് പറയാ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തറ എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് അതിനെന്ത് പറയല്ല ഒരു ഇത് ടിപ്പ് ഒരു ഇത് ഈ ബോസിന്റെ വക ഒരു ഇത് ടിപ്പ് ഒരു ഇത് ഒരു കോണ ഒരു നിനക്കൊരു ഹാപ്പി ആവുന്നൊരു സംഭവം ആദ്യം നീ നിന്റെ ഫേസ് ചേഞ്ച് ആക്കണം അതെ ഓക്കെ ഫോൺ വെക്കണേ ഫോൺ വെക്കുന്ന ആരും സംസാരിക്കുന്നില്ലെങ്കിൽ എടുത്തില്ല നീ ആദ്യം നിന്റെ ഫേസ് ചേഞ്ച് ആക്കണം എന്റെ ഫേസിന് എന്താ കുഴപ്പം ബോസേ ഫേസിൽ മീശ ഉണ്ട് താടി ഉണ്ട് എല്ലാം ഉണ്ട് നിന്റെ കയ്യില് അതെ നിന്റെ മൂടേ ശരിയില്ല അതാ പ്രശ്നം അപ്പം ഈ ഫേസ് ചേഞ്ച് ആക്കണം ഈ തങ്കപ്പെട്ട മുഖത്ത് നോക്കി എങ്ങനെ അങ്ങനെ ഈ മൂഡ് കാണാന് ഈ കടുവനെക്കാട്ടും മോശ എന്നെ അപമാനിച്ച് ഇല്ലില്ല അത് നമ്മൾ അപ്പൊ ഉറക്കാട്ട് ചേരുന്നുണ്ട് നായില്ലേറാ കടുവ നീ അതെ അപ്പൊ ബോസ് പറയുന്നത് ശരി തന്നെയാ അപ്പം ഞങ്ങക്ക് പറയാനുള്ളത് നീ മാക്സിമം കൊണായിരിക്കണം നമ്മളെ ഗ്യാങ്ങിൽ കേറാനും നിന്നെ കേറ്റാൻ പോവാ ഡെയിലി 2 CR വെച്ച് സാലറി തരും സീരിയസ്ലി അതെ വെറുതെ ആണോ നമ്മളിവിടെ വെക്കുന്നേ ഈ സിറ്റിയിലെ മുക്കാകട സ്ഥലം നമ്മളെ ബോസിന്റെ വിശ്വസിക്കുന്നൊന്നും ചെയ്യൂലല്ലോ നമ്മോ തോക്ക് ഫ്രീ ആയി തരും ഒരു തോക്ക് നിങ്ങക്ക് ഫ്രീ ആയി തരും ഡെയിലി മുട്ടായി തരാം പോട്ടെ മുട്ടായാണ് എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ എടുക്കട്ടെ എടുത്തോട്ടെ സ്പീക്കർ നീ എന്ത് പേടിക്കുന്ന കൈ പൊന്തിക്കണ്ട കൈ അതെ ഇനി നീ അങ്ങ് കൂടുതൽ സൂയിക്കല്ലേ ഇത് നമ്മൾ ഗ്യാങ് മെമ്പർ ആവാൻ പോകുന്ന ആളാ അല്ല നിന്റെ പെണ്ണാവാൻ പോകുന്ന ആളല്ല കേട്ടാ ഇത് ഇവനായിട്ട് വല്ല കമ്പനി വേണ്ട കേട്ടാ ഇവന് സേഫ് അല്ല ഇവ ഇന്നെ പ്രണയിക്കാൻ നോക്കും ചെലപ്പോ എന്റെ പേര് കട്ടറൗഫ് കട്ടറയോ കക്കുന്ന റൗഫ് കള്ളനാ എനിക്ക് കാല് കഴിക്കുന്നു കൊറേ നേരം കുത്തിരുന്നോ അതെ ഒത്തിരിക്കണ്ട ഇരുന്ന കൈ F4 നെക്കിട്ട് ചേർന്നടിച്ചിട്ട് ഇരുന്നോ നമ്മള് നേരത്തെ ഇന്റർവ്യൂവിന് എടുത്തരാ ഓനീ പുലിന്റെ കൊഴുകി പോയിട്ടുണ്ട് ഓനെ കൊണ്ട് പോയിട്ട് നമുക്കൊരു പെൺപുലിനെ കിട്ടിയില്ലടാ പിന്നെന്താ വേണ്ടേ
ഇത്രയും പണിയടിക്കുന്ന പെണ്ണിനായി അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ആണ് നിന്റെ പേരെന്താ? നിക്ക് ആ അതെ ലോൺ ചേർന്നടി LAW അടിക്കേ അപ്പൊ കിട്ടും. അതെ നീ ഒന്ന് ശൂരി ഒന്നിട്ടെ അത് ശൂരി ഒന്നിട്ടെ. അതൊക്കെ ഞാൻ വൈ നെക്കിട്ട് ഷൂ ഉണ്ടാവും. ഇല്ല നിന്റെ ഫേസ് ഇങ്ങനെ തന്നെയാ, കുഴപ്പമില്ല. അത് നമ്മ സെറ്റാക്കി തരാം. നമ്മളല്ലേ ഇഷ്ടം പോലെ ബാക്കപ്പ് ആയിട്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. 2 crore സാലറി ഒക്കെ കിട്ടില്ലേ? അപ്പൊ പിന്നെ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തോളാം. നീ ഇവരൊന്നും സാലറിക്ക് വേണ്ടി മാത്രല്ല, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ. ഞാൻ പറയട്ടെ, നിന്ന വെറുത്താന്ന് പറയാ. ഈ ബോസ് മുക്കാക്കട സ്ഥലം ബോസിന്റെ, പിന്നെ നമ്മ പേടിക്കും, നമ്മ ഒരുത്തിനും പേടിക്കണ്ട. അതെ ബോസാണ്, പിന്നെ പേടിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഗ്യാങ്സും എന്നെ കണ്ട കേട്ട കിടുക്ക് പറക്കോറെ. വെറുതെ ഒരാള് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ കൊള്ളടാ കടവ. നീ കുറച്ച് നേരം വിശ്വാസമില്ല. ബോസിന് പറയുമ്പോ കേട്ടോളാ, അതിലപ്പുറമില്ല ഇപ്പുറമില്ല കേട്ടോ. കടുവേ നീ കൊള്ള. അല്ല ബോസേ, മറ്റൊരുത്തൻ കാണാൻ പറ്റുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? ഇവിടെ കഴിഞ്ഞിട്ട് മതിയോ? ഇവള് കൊണച്ചാടാ, പിന്നെന്താ പ്രശ്നം? അല്ല നമുക്ക് ഒരാളെ നീ പൈസക്ക് വേണ്ടാന്നോ ഇവിടെ? നമുക്കൊരു കാര്യം അറിയാം, നീ പൈസക്ക് വേണ്ടാന്നോ ഇവിടെ നിക്കുന്നേ? അല്ല, മുച്ചിരി ബോസിനോടുള്ള സ്നേഹം കൊണ്ട്. അനക്ക് സ്നേഹം ഒന്നും വേണ്ട, അനക്ക് റെസ്പെക്ട് ആണ് വേണ്ടേ. മുച്ചിരി ബോസ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവൂ, ശരിയല്ലേ? സ്നേഹം എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. മറ്റേ സ്നേഹം വേണ്ട. ഞാൻ ആൽഫാമയില്ല. ആൽഫയോ? ഈ സിറ്റിയില് ബോസിന് എത്ര പ്രൊപ്പോസൽ ഇട്ടറിയാ? ഒരു ദിവസം 10-12 പ്രൊപ്പോസൽ ഇട്ടു. ഇന്ന് തന്നെ ഒരു 10-5 വന്ന് എന്നിട്ട് ബോസ് പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. ബോസിന് അതിന്റെ ആവശ്യമില്ല. ബോസിനെ കെട്ടില്ല, ബോസിന്റെ സ്വത്തിൽ അടിച്ചു മാറ്റുന്ന ടീംസാണ് ഈ സിറ്റിയിലുള്ള കുറെ പെണ്ണുങ്ങൾ. അതുകൊണ്ട് ബോസിന് ബോസ് കെട്ടാത്ത. ഇനി നീ അതേപോലെ ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിന്റെ ബോഡി എടുക്കാൻ നിന്നിപ്പം വിളിച്ചു പോകാനെല്ലാം വരേണ്ടി വരും കേട്ടോ. ബോസിനെ തൊട്ടിന് ഇവിടുന്ന് പോകില്ലേ? ഉള്ള കാര്യം പറയാലോ, തമാശല്ല. ഇനി ഇതിപ്പോ എന്റെ നെഞ്ചത്ത് വെടി വന്നാലും അങ്ങനെ ബോസിന് തൊടാൻ കഴിയും. ഓക്കെ, അതിന് എന്റെ നെഞ്ചത്ത് വെടി കൊള്ളാണെങ്കിൽ നീയല്ലോ എത്ര ജന്മം ജനിച്ചാലും ഒരുത്തരും എന്റെ ഇതിൽ തൊടൂല. എന്നെ തൊട്ടാ തന്നെ ബോസ് ഇളകും മോനെ. അതുകൊണ്ട് നിന്റെ പിള്ളറോട് പറഞ്ഞേക്ക്, മര്യാദക്കാണ് മര്യാദ. വെടി വെച്ച് ഇന്നെ തൊടണമെങ്കിൽ എന്നെ തൊടണ്ടേ? അതല്ല ഞാൻ പറഞ്ഞ മോനെ. അത്രേ ഉള്ളൂ. നീ കയ്യൊന്നും പൊന്തിക്കട്ടെ, കയ്യാത്തിക്കോ. നമുക്ക് പറയാനുള്ളത് എന്തൊക്കെ കഴിവുണ്ട് ആദ്യം ചോദിക്കും. എന്തൊക്കെ കഴിവുണ്ടേ? നീ കൺഫേം കഴിവുണ്ടോ? കഴിവ് എനിക്ക് ഒരു കഴിവുമില്ല. പള്ളൂല്ലേ കൊണക്കണ? നീ കൊണക്ക് നീ എന്തേ ആരാടാ നായിന്റെ മോനെ നീ? എന്നെ പറയാടാ നീ? മതിയോ? ഇത് മതിയോ ബോസ്? ഇത് സെലക്ഷൻ ബോസേ. 10-10 കൊടുക്കും ബോസേ. മുച്ചിരി ബോസ് ഇങ്ങനെ ഇത്രയും കൊണച്ചാ മതിയോ? പക്ഷേ ഇതിപ്പോ നമ്മുടെ എതിരായോണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ളവർ ഇങ്ങനത്തെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത്. കാര്യം പറയട്ടെ, കട്ടറപ്പ് ബായി വന്നാലോ നിന്റെ? കിട്ടുന്നില്ല. ഓക്കെ, നീ കൊള്ളാം. നീ സെലക്ട് കാര്യം പറയട്ടെ. ചന്ദ്രബോസിനെതിരെ എല്ലാരും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് നമ്മളൊരു ടാർഗറ്റ് എന്താന്ന് വെച്ചാൽ ചന്ദ്രബോസിനെ അടിക്കാനുള്ളതാണ് നമ്മളെ ടാർഗറ്റ്. നീ മുട്ടം കൊണ പറിക്കണം. സെലക്ട് ആക്കൂലേ? പറഞ്ഞേ. അപ്പം ഹലോ പെണ്ണേ, നീ കൊള്ളാം. ഓക്കെ,
നീ സെലക്ട് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രബോസിനോട് മാക്സിമം താളം വിടാം, പക്ഷെ തെറി വിളിക്കരുത്. അതാണ് നമ്മളെ ഏറ്റവും വലിയ ഈ സിറ്റിയിലുള്ള ശത്രു. അതെ, അതിനാണ് നമ്മൾ ഇത് ഇപ്പൊ റിക്രൂട്ട്മെന്റ്സ് കുറച്ച് നല്ലതായി എടുക്കുന്നത്. എന്നെ കൊല്ലുവോ? നിന്നെ കൊല്ലണെങ്കിൽ ബോസ് ഇവിടെ തീരുമാനിക്കും. ബോസ് നീ എന്ത് പേടിക്കുന്ന? ബോസ് എന്താണ് എനിക്ക് പറഞ്ഞാ നീ എന്താ അയ്യടിയാ? നമ്മ ഇത്ര കൊണക്കെന്ന് മനസ്സിലായില്ല. ബോസ് നിന്റെ ശരിക്കുള്ള പേരെന്താ? അല്ല രണ്ടാമത്തെ വാക്ക് കുറച്ച് ഇതിലാണ് കേട്ടോ. സൈലമോൾ. അപ്പൊ ഇനി നമ്മളെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞാ. ഇനിയിപ്പോ നാളെ തൊട്ട് നമ്മുടെ പരിപാടിക്ക്, അതായത് നിന്നെയും നമ്മളെല്ലാം കൂടി ഒന്ന് നമ്മുടെ ഒരു കോർഡിനേഷൻ വരുത്തിക്കലാണ് അടുത്ത പരിപാടി. ഇനി ഒരു ചന്ദ്രബോസിനെതിരെ ഫൈറ്റിന് പോകുമ്പോ ഒരു കോർഡിനേഷൻ വേണം. അപ്പൊ ചന്ദ്രബോസിന്റെ അപ്പുറം വേറെ ഒരു പെണ്ണും കൂടി ഉണ്ട്. ഓളെയാണ് നീ തോപ്പിക്കണ്ടേ. ബോസ് അതിന്റെ പേരെന്താ? അലീന. അലീന. അതാണ് നിന്റെ ടാർഗറ്റ്. അപ്പൊ നീ ഒരു മിനിറ്റ്, നീ ഇവനോട് പറഞ്ഞ പോലെ ഈ മറ്റേ ചീത്ത അല്ല, അപ്പൊ നീ ഓളെ കൊണയടിച്ച് തോപ്പിക്കണം. പക്ഷെ ചീത്ത വിളി പാടില്ല. ചീത്ത വിളിച്ചാല് നമ്മള് അപ്പാട് നിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കും. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം ഉണ്ടാവും. അല്ല, കട്ടർ ഓഫ് ഇപ്പൊ ചീത്ത വിളിയിൽ അണ്ണാക്ക് കൂട്ടിട്ട് പിന്നെ തുറന്നിട്ടില്ല. അപ്പൊ അത്രക്ക് ചീത്ത വിളിയൊന്നും വേണ്ട. ഒരു മിതത്തില് ഒരു മറ്റേ തന്തയില്ലാത്തവനെ അങ്ങനത്തെ വിളിക്കാം. ഇങ്ങനത്തെ ഈ സാധനം വിളിക്കരുത് കേട്ടോ. വിളിച്ചേക്കല്ല. ഇവൻ മറ്റേ മെയിൻ ആയിട്ട് നമ്മള് പറയേണ്ട സൂര്യ ബോസിനോട് സ്കാച്ച് ആൻഡ് വിന്നി കിട്ടിയ ഇന്റെ തന്തയല്ലേ ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ് ഇതാക്കാം. അതായത് ഇവിടെ ഒരു നീല മുടിയുണ്ട്, ഒരു ചെറിയ ചെക്ക, സൂര്യ ബോസ് എന്നാ പേര്. ഇവൻ എന്ന് പറയുമ്പോ ഇവന്റെ ഉമ്മ മലയാളി, ഉപ്പ മലയാളി, മോന് തമിഴ്. അതെങ്ങനെ പോസിബിൾ ആവും? അതെ. അപ്പൊ നമ്മളെ ചോദ്യം, അപ്പൊ അവനോട് നമ്മൾ ചോദിക്കേണ്ടതാണ്, നിനക്ക് ഇന്റെ തന്തേനെ സ്ക്രാച്ച് അല്ല, തന്തക്ക് എനിക്ക് നിന്നെ സ്ക്രാച്ച് ആൻഡ് മിന്നി കിട്ടിയതല്ലേ, അല്ലാണ്ട് ഇന്റെ ശരിക്കുള്ള തന്തയൊന്നും അല്ലല്ലോ. ലക്കി സംഭവം ഏതോ ഇതിന് പാർട്ടിസിപ്പേറ്റ് മൈജീന സമ്മാനം കിട്ടിയതാണ്. അങ്ങനെ എന്തോ ആയിപ്പോയതാണ്. അതെ, അല്ലാണ്ട് കിട്ടും തോന്നില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മള് റേഡിയോ കാര്യം ചോദിക്കട്ടെ, ഇവരെയൊക്കെ നാളെ ഞാൻ സിറ്റിയിൽ കാണേണ്ടതല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഫുൾ ശത്രുക്കളല്ല നമ്മള് പോവൊന്നുമില്ല. നിന്നെ ടീമിലെടുത്ത് നമ്മള് പോവോ? അതെ, നിനക്ക് എന്താ വേണ്ടത്? നമ്മളടുത്ത് ആൾക്കാരെ കാല് പിടിച്ച് വരും. പേര് പറഞ്ഞോട്ടെ. നീ മുച്ചിരിന്റെ നീ മുച്ചിരി ബോസിന്റെ ആളാന്ന് പറഞ്ഞ ആൾക്കാർ ഓടി പോയിക്കോളും. എന്നെ ഇങ്ങനെ മുച്ചിരിന്റെ പെണ്ണാന്ന് പറഞ്ഞാൽ അപ്പന്നെ പേടിച്ച് തൂറു. അത് വേണ്ട മുച്ചിരി ബോസിന് പെണ്ണില്ലാന്നല്ലേ പറയാ. പെണ്ണ് നോക്കൂല അറിയാം, അത് വെറുതെ എന്ന് പറയും. മുച്ചിരിന്റെ ആളാന്ന് പറഞ്ഞാൽ മുച്ചിരിന്റെ ആളാന്ന്. മുച്ചിരിന്റെ ബമ്പറ, മുച്ചിരി ബോസ് എന്ന് പറയണേ, മുച്ചിരി എന്ന് പറയരുത്. ഈ നായി മുച്ചിരി എന്നാ പറയാ. ഇതാണ് ഇവന് വിൽക്കാന്ന് വിൽക്കാൻ. പക്ഷെ കൊറേ ആൾക്കാര് നമ്മളെ തളർത്താനും നോക്കും. പല രീതിക്ക് പല വീതത്തിൽ തളർത്താൻ നോക്കും. കാരണം അയ്യേ മുച്ചിരിന്റെ അങ്ങനെയല്ല പറഞ്ഞ പല രീതിക്ക്. പക്ഷെ ഇവരെന്ന് പറയുമ്പം അതിന്റെ കൂടെ അത്ര നേരം നിന്നോണ്ട് സീനില്ല, മനസ്സിലായാ? അപ്പൊ നിനക്കിപ്പൊ നാളെ ഇത് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ തളർത്താൻ നോക്കുമ്പോ ചിലപ്പോ നിനക്ക് ഹേർട്ട് ആവും. അത് നമ്മൾ അപ്പാട് അതിന്റെ മനസ്സിൽ അങ്ങ് വെക്കാണ്ട് തിരിച്ചപ്പാട് പറയാ. നിന്റെ മെയിൻ ടാർഗറ്റ് മറ്റേ അലീന ആന്റി. ഓക്കെ, നിന്നെ മെയിൻ ആയിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കുന്നത് അലീനായിട്ട് കൊണച്ചാ മതി. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ റേഡിയോ 9 ആണ്. റേഡിയോ 9 കയറ്. പാസ്വേഡ് 9. ആക്റ്റീവ് ആയിട്ട് റേഡിയോ നിക്കണം. അതെ, സിറ്റിയിൽ എപ്പോ ഉണ്ടോ അപ്പൊ നമ്മളെ കൂടെ ആയിരിക്കണം. നമ്പർ വാങ്ങല്ലേ? എന്നാല് ഞാൻ കേട്ടോ. നമ്പർ ഒന്നും വേണ്ട, റേഡിയോ കയറിയാ മതി. നീ പഠിച്ചോ, നീ പിന്നെ ആൽഫ അല്ലേ, ചെയ്യുന്നില്ല. ഇപ്പം പോയാ പിന്നെന്താ പേടിക്കണ്ടേ? വേണ്ട നിന്നെ നമ്പാൻ കഴിയില്ല, നിന്നെ നമ്പാൻ ഇല്ല. വേണ്ട നിന്നെ നമ്പാൻ കഴിയില്ല, നീ കള്ളനാ. ഓന് നമ്പർ കൊടുക്കണ്ട ഈ കട്ടർ ഓഫിന്. ഇപ്പൊ നമ്മ ടോട്ടൽ എത്ര മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ആൾക്കാരുണ്ട്. ഓക്കെ, ഒന്ന് ദാസൻ. ഞാനല്ലേ മുണ്ടുന്നേ.
നമ്പർ കൊടുക്കാൻ കടുവ രാജുക്ക് അപ്പൊ ഈ കട്ട ആരാ? കട്ടോയെ നീ നേരത്തെ ചീത്ത വിളിച്ചെങ്ങ. നിക്കേ ഞാൻ പറയുന്നൊക്കെ ഒന്ന് നമ്മളെ ഗ്യാങ്ങിന്റെ എല്ലാവരുടെ പേര് പറയാം. എന്റെ പേര് മുച്ചിരി ബ്ലേസ് ബോസ്. കാരണം എന്റെ പേരില് ബോസ് എന്നില്ല, ഞാൻ വലിയ ബിസിനസ് മാൻ ആണ് ഒരു ബോസ് എന്ന് വിളിക്കുന്നത്. സെർജിയോ സെൽവ. റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ആവേ. ആടെ പോ. അപ്പം നീ വെയിറ്റ് ആക്കി ഞാൻ പറയുന്നൊക്കെ. ബോസേ സൂര്യ വിളിക്കുന്നുണ്ട്. സൂര്യ റിക്രൂട്ട്മെന്റ് ഇങ്ങോട്ട് വാ. നായിക്ക് ഇങ്ങോട്ട് വാ. എത്ര നാളെ വന്നിട്ട് വേണ്ട ഈ ചെറുതായോണ്ട് ഇവൻ അടിക്കാൻ കഴിയില്ല. ഇല്ല നിന്റെ ഇപ്പൊ കളിക്കാൻ കഴിയില്ല. നമ്മള് പറയൂ നമുക്ക് നിന്നെ അല്ല ടാർഗറ്റ്, നിന്റെ അച്ഛനെ ടാർഗറ്റ് കേട്ടോ. എടാ ഞാൻ ഒരു സിറ്റുവേഷനില്ല. നിന്റെ ഒപ്പം കളിക്കാൻ ഭയമാണ്. എനിക്കറിയില്ല എന്താണോ എന്നെ ആരോ തട്ടിക്കൊണ്ടുവന്നു. ആ ബാറ്റിന്റെ അത്ര നീളമില്ല. അല്ലല്ല എനിക്ക് ഒരു പുതിയ ഒരു ഫാമിലി കിട്ടി. ഇതെനിക്ക് അറിയില്ല, ഏതോ ഇതിനകത്താ. അതൊന്നും പറയാൻ കഴിയില്ല. നമ്മളിത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്ന് റേഡിയോ 83 ഇപ്പൊ നമ്മ തിരക്കിലാന്ന് എനിക്കറിയില്ലേ. മറ്റേ സൂര്യബോസ് ഒക്കെ പിന്നെ ഇപ്പൊ നമ്മളെ റിക്രൂട്ട്മെന്റ് ഇവരൊന്നും ലാസ്റ്റ് ഉണ്ടാവൂല. ഇവരടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കട്ടാക്ക് നമ്മളെ മതി, വേറെ ആരും വേണ്ട. അല്ല ഇനി നാളെ ഇത് നമ്മളെ കണ്ടിട്ട് ആരാ വേറെ ആൾക്കാരെ കൂട്ടിട്ട് വന്നാല് ഓറിയും തീർക്കും. ഇവളങ്ങനത്തെ പെണ്ണല്ല. ഇല്ല ഇവളെ കൊണ കേട്ടാറേ. ഇനി കുറച്ച് അവന് കിട്ടേണ്ടതായിരുന്നത്. നമ്മളൊരാളെ തൊട്ട് നമ്മളെ തിരിച്ചടിക്കുന്ന നമ്മളെ ആളല്ല ഇത്. എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. നിങ്ങളൊരു ഫാമിലി പറഞ്ഞിട്ട് പോലും ഒരു സ്നേഹമില്ല ആർക്കും. കടുവ നാറി അങ്ങനല്ല ബോസേ, നാട്ടില്ല. സോറി ബോസ് അടിച്ചോ കുഴപ്പമില്ല. തൊട്ടിട്ട് ബോസ് അടിച്ച് നോക്ക്. ബോസിന്റെ സ്നേഹം നിന്നോടുള്ള ബോസിന്റെ സ്നേഹം. പ്രൊഫസർ സെർജിയോ സിൽവ, നീ എന്താ നമ്മളെ റേഡിയോലി? ഞങ്ങളുടെ ടീമല്ലേ? എന്ത് ടീം? ഒരു മിനിറ്റ്, നീ ഒന്ന് ഇറങ്ങിയ എല്ലാവരും നിന്നെ റേഡിയോ എടുക്കണോ വേണ്ടി ഒന്ന് ബോസ് തീരുമാനിക്കത്തില്ല. ഒന്നിറങ്ങിയ അണ്ടിക്കുറപ്പില്ലാത്ത ചെക്കനൊന്ന് കൊണക്കാൻ നിക്കല്ലേ. ഓക്കെ അണ്ടിക്കുറപ്പുള്ളവനെ നിന്നെ ചന്തി ഉറപ്പ് കളഞ്ഞല്ലേ എന്റെ ആൾക്കാര് മുണ്ടാണ്ടിക്കപ്പാളെ. ഹലോ നമ്മളെ റൂൾ എന്ന് പറയുമ്പോ എപ്പോഴും റേഡിയോയിൽ ഉണ്ടാവണം. കാരണം നിന്റെ സേഫ്റ്റിയാണ് നമ്മളെ സേഫ്റ്റി. നമ്മളെ ആൾക്കാർ അറിയുമ്പോ നിന്നെ കൊല്ലാൻ നോക്കും. അപ്പൊ നീ നമ്മളെ റേഡിയോയിൽ എപ്പോഴും ഉണ്ടാവണം. പേര് മാറ്റേ, നിന്റെ പേരിടേ. അപ്പൊ എപ്പോഴും എവിടെ ഉണ്ടാവും നമ്മള് കൂടെ നിന്നോണം. ആരെ കൂടെ നിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പം നീ നമ്മളെ ഗ്യാങ് കയറിട്ടുണ്ട്. നമ്മളെ യൂണിഫോം ഇടണം. ബ്രൗൺ പാന്റ്, വൈറ്റ് ഡ്രസ്. അത് ഡ്രസ് ഷോപ്പിൽ പോയി ഇട്ടാ മതി. നിന്റെ മൂടല് നമ്മ മാറ്റി തരും. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അതില് നമ്മ നിന്നെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് വരാം. റെഡി ബുംപാക്കും നമ്മള്. അതെ. പക്ഷെ നിന്റെ മെയിൻ ടാർഗറ്റ് ആരാണ്? ടാർഗറ്റിന്റെ പേരെന്താ? അലീന അമ്മച്ചി. അത്രേ ഉള്ളൂ. ഗുഡ് ഗേൾ. നീ കുറച്ചൊരാടെന്നാ ബോറെടുത്തന്നെ കൂടി എടുക്കാനുണ്ട്. പെർഫോമൻസ് നോക്കട്ടെ. നീ നമ്മളെ ബാക്കിൽ നിന്നോ? നമ്മളെ ബാക്കിൽ നിന്നോ? ബാക്കിൽ മുച്ചിരിന്റെ ബാക്കിൽ, മുച്ചിരി ബോസിന്റെ ബാക്കിൽ. അതായിപ്പോയതാണ്. നിന്റെ എല്ലാം വർത്താനം കണ്ടി ആയിപ്പോയ.
വാ ആ ഇവിടെ സെർജിയോ ആ അല്ല, അപ്പൊ ഞാൻ വല്ല പറയട്ടെ. എന്റെ പേര് വേണേ, പ്രൊഫസർ എനിക്ക് വാ. സെർജിയോ സാൽവ ഫ്രം മയാമി. ആ ഇബിലീസ് പോയി നാട്ടിച്ച്